നോമ്പുകാലം സഭയിൽ പ്രധാനപ്പെട്ട ആരാധനാ കാലഘട്ടത്തിലൊന്നാണ് നോമ്പുകാലം അഥവാ തപസ് കാലം. നോമ്പ് എന്ന വാക്ക് തന്നെ ഉത്ഭവിക്കുന്നത് നോവിനോട് അൻപുള്ള കാലഘട്ടം എന്നാണ്. രക്ഷയ്ക്ക് വേണ്ടി കർത്താവായ യേശുക്രിസ്തു അനുഭവിച്ച നോവിനോടൊപ്പം ക്രിസ്തു ശിഷ്യൻ പങ്കുചേരുകയും താതാത്മ്യപ്പെടുകയും ചെയ്തുകൊണ്ട് യേശു നൽകിയ രക്ഷയിൽ പങ്കാളിയാകുന്ന ധന്യ നിമിഷമാണ് നോമ്പുകാലം. നോമ്പുകാലം പ്രധാനമായിട്ടും യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് നാം ആചരിക്കാറുള്ളത്. ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി മനുഷ്യനായി ഭൂമിയിലേക്ക് കടന്നു വന്ന കർത്താവായ യേശുക്രിസ്തു പാപം ഏറ്റുവാങ്ങിക്കൊണ്ട് രക്ഷ നൽകുന്നതിന് വേണ്ടി സ്വയം യാഗമായി ബലിയായി അർപ്പിക്കുകയുണ്ടായി. ഈ യാഗാർപ്പണത്തിലൂടെ കർത്താവ് രക്ഷ നേടിത്തന്നു എന്നുള്ളതാണ് നാം വിശ്വസിച്ചു പോരുന്നത്. ഈ രക്ഷ നേടിത്തരുവാൻ വേണ്ടി അവിടുന്ന് സഹിച്ച പീഡകളും അവിടുന്ന് ഏറ്റെടുത്ത കുരിശും അവിടുന്ന് സ്വയം വരിച്ച മരണവും ലോകരക്ഷയ്ക്ക് അടിസ്ഥാനപരമായ മോചനമേകുന്നതിന് കാരണമായിട്ട് മാറി. ഈ സംഭവങ്ങളാണ് വിശുദ്ധ വാരത്തിൽ സഭ അയവിറക്കുന്നത്. അതിൻ്റെ പരിസമാപ്തി ഉത്ഥാനത്തിൽ അടങ്ങിയിരിക്കുകയും ചെയ്യുന്നു. ഓരോ ക്രൈസ്തവനും തൻ്റെ ജീവിതത്തിൽ രക്ഷാനുഭവം സ്വന്തമാക്കുന്നതിനും അതിലൂടെ നിത്യമായ ജീവിതത്തെ പ്രാപിക്കുന്നതിനും യേശുക്രിസ്തുവിൻ്റെ മാർഗം അവലംബിക്കേണ്ടതുണ്ട്. നിത്യമായ ആ മഹത്വവും സന്തോഷവും സ്വന്തമാക്കുവാൻ കുരിശിൻ്റെ നോവ്, വേദനയുടെ നൊമ്പരം സ്വന്തം ജീവിതത്തിൽ ഏറ്റുവാങ്ങുന്ന ധന്യ ദിവസങ്ങളാണ് നോമ്പുകാലത്തിലെ ദിവസങ്ങൾ. നോമ്പ് എന്നത് വ്രതത്തിൻ്റെ കാലഘട്ടമായും ഉപവാസത്തിൻ്റെ കാലഘട്ടമായും ഒക്കെ നാം മനസ്സിലാക്കാറുണ്ട്. എന്നാൽ പ്രധാനമായും നോമ്പുകാലം തപസ് അനുഷ്ഠിക്കുന്ന ഒരു കാലഘട്ടമാണ്. പ്രധാനമായും ഈ നോമ്പുകാലത്തിലൂടെ 3 കാര്യങ്ങളാണ് സംഭവിക്കുന്നത്. ഒന്നാമതായി, നമ്മുടെ ഓരോരുത്തരുടെയും വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ അഭിലാഷങ്ങളെ ക്രമപ്പെടുത്തി ശരീരത്തിൻ്റെ വാസനകളെ നിയന്ത്രിക്കുന്ന ഒരു കാലഘട്ടമാണ്. ശരീരത്തിലുണ്ടാകുന്ന വാസനകൾ പലപ്പോഴും തെറ്റായ സ്വഭാവ രീതികളിലേക്കും പ്രവർത്തനങ്ങളിലേക്കുമൊക്കെ ഒരു മനുഷ്യനെ തള്ളിവിട്ടു എന്ന് വരാം. അത് ബോധപൂർവം മനസ്സിലാക്കി ശരീരത്തിൻ്റെ ആഗ്രഹാഭിലാഷങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ഒരു കാലഘട്ടമാണ് തപസ് കാലഘട്ടം എന്നത്. രണ്ടാമത്, ഈ തപസ് കാലത്തിൽ നമ്മുടെ ചിന്തകളെ ദൈവത്തിലെങ്കിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വികാരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് ചിന്തകളെ ദൈവോന്മുഖമാക്കുന്ന ധന്യമായ കാലഘട്ടം. ചിന്തകൾ നേരെയാകുമ്പോൾ സ്വാഭാവികമായിട്ടും ദൈവോന്മുഖമായ ചിന്തകളാൽ രക്ഷയെക്കുറിച്ചുള്ള ബോധവും ബോധനവും വ്യക്തിജീവിതത്തിൽ സാന്ദ്രമായി അനുഭവിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. മൂന്നാമതായിട്ട്, ഈ കാലഘട്ടത്തിൽ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ ഓർത്ത് മനസ്തപിച്ചുകൊണ്ട് പ്രായശ്ചിത്ത പ്രവർത്തനങ്ങൾ ചെയ്യുവാനും പാപ പരിഹാരം നേടുവാനുമുള്ള ഒരവസരമായിട്ടാണ് സഭ ഈ കാലഘട്ടത്തെ കാണുന്നത്. ആത്യന്തികമായി തപസ് കാലം എന്നത് 3 കാര്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകുന്നത്. ഒന്നാമത്തേത് പ്രാർത്ഥനയുടെ കാലഘട്ടം എന്ന് പറയാം. സാധാരണയിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ സമയം പ്രാർത്ഥിക്കുവാനും യേശുക്രിസ്തുവിൻ്റെ രക്ഷാകരമായ സംഭവങ്ങളെ അയവിറക്കി പ്രാർത്ഥനയിലൂടെ ദൈവവുമായി താതാത്മ്യപ്പെടുന്ന പുണ്യദിനങ്ങളായി മാറുന്നു എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രത്യേകത. രണ്ടാമതായിട്ട്, ഈ തപസ് കാലത്ത് ഉപവി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതോടൊപ്പം തന്നെ ഉപവാസം അനുഷ്ഠിക്കുന്നതിനും കാരണമായിട്ട് മാറുന്നു. ഉപവാസ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് പ്രധാനമായിട്ടും ശരീരത്തെ ദൈവത്തിന് ചേർന്ന രീതിയിൽ ക്രമപ്പെടുത്തുവാനുതകുന്ന രീതിയിൽ ചില കാര്യങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നതും വർജിക്കുന്നതുമാണ്. അതിലൊന്ന് ഭക്ഷണം പൂർണ്ണമായും ഉപേക്ഷിക്കുന്നതും, രണ്ടാമത്തേത് ചില ആഹാരപദാർത്ഥങ്ങൾ വേണ്ടെന്ന് വയ്ക്കുന്നതുമായ കാര്യമാണ്. സഭയുടെ നിയമമനുസരിച്ച് ഉപവാസം പ്രധാനമായിട്ടും 2 ദിവസങ്ങളിലാണ് നാം അനുഷ്ഠിക്കുന്നത്. ഒന്നാമത് വിഭൂതി ബുധൻ എന്ന് പറയുന്ന ഉപവാസാനുഷ്ഠാനങ്ങളുടെ ആരംഭ ദിവസവും
ദുഃഖവെള്ളിയാഴ്ച എന്ന് പറയുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ മരണ ദിവസം. ആ ദിവസങ്ങളിൽ ഒരു നേരം മാത്രം പൂർണ്ണമായ ഭക്ഷണം നടത്തിക്കൊണ്ട് മറ്റ് സമയങ്ങളിൽ ലളിതമായ രീതിയിൽ എന്തെങ്കിലും കഴിക്കുകയും, എന്നാൽ ലഘുവായ ആ ഭക്ഷണം ഒരു കാരണവശാലും ഒരു പ്രധാന ഭക്ഷണത്തിന് തത്തുല്യമാകാൻ പാടില്ല എന്നും വ്യവസ്ഥയുണ്ട്. ഇതോടൊപ്പം തന്നെ ഈ കാലഘട്ടത്തിൽ, പ്രത്യേകിച്ച് തപസ് കാലത്തിലെ വെള്ളിയാഴ്ചകളിൽ മാംസം പൂർണ്ണമായും വർജിച്ചുകൊണ്ട് കർത്താവിൻ്റെ പീഡകളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള ഒരു അവസരമായിട്ട് കൂടി സഭ ഈ അവസരത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഈ തപസ് കാലത്തിൽ മൂന്നാമത് നാം അനുഷ്ഠിക്കേണ്ടത് ഉപവി പ്രവർത്തനങ്ങളാണ്. ദൈവകൽപ്പനകളിൽ 2 ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തേത് ദൈവത്തെ സ്നേഹിക്കുക, രണ്ടാമത്തേത് സഹോദരങ്ങളെ സ്നേഹിക്കുക. 1ഉം 2ഉം പ്രവർത്തികൾ പ്രധാനമായിട്ടും ദൈവസ്നേഹത്തിൻ്റെ അടയാളമായിട്ട് നാം ക്രമപ്പെടുത്തുന്നതാണ് എങ്കിൽ, മൂന്നാമത്തെ കാര്യം പ്രധാനമായിട്ടും സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ നാം ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ ദാനധർമ്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ടും പാവപ്പെട്ടവരെ സഹായിച്ചുകൊണ്ടും നമ്മുടെ ചുറ്റുപാടും വേദന അനുഭവിക്കുന്നവരെ കണ്ടെത്തി അവർക്ക് നമ്മൾ കഴിയുന്ന രീതിയിൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ടും ഈ കാലഘട്ടത്തെ പുണ്യപൂർണ്ണമാക്കി മാറ്റണമെന്നാണ് സഭ നമുക്ക് നൽകുന്ന ആഹ്വാനം. തപസ് അല്ലെങ്കിൽ ഉപവാസം അനുഷ്ഠിക്കുമ്പോൾ പ്രധാനമായും അതിലൂടെ ഉണ്ടാകുന്ന ചില തെറ്റായ ധാരണകളും നമ്മുടെ മനസ്സിൽ വരാറുണ്ട്. ചില ആളുകൾ ഇത് ഒരു നിർബന്ധിത നിയമമായി കണ്ടുകൊണ്ട് അത് നിർബന്ധപൂർവം ചെയ്യുന്ന ഒരു അനുഷ്ഠാനമായിട്ട് കാണാറുണ്ട്. എന്നാൽ ഇത് യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതിയാണ് നാം ചെയ്യുന്നത് എന്നതുകൊണ്ട് ഇത് അനുഷ്ഠാനത്തെക്കാളുപരി യേശുവിൻ്റെ പീഡാസഹനത്തോടുള്ള സ്നേഹത്തിൻ്റെ അടയാളമായിട്ട് മാറുമ്പോഴാണ് അത് അർത്ഥപൂർണമാകുന്നത്. മറ്റ് ചില സാഹചര്യങ്ങൾ ചില ആളുകൾ ശാരീരികമായ തടി കുറയ്ക്കുവാനോ സൗന്ദര്യം വർദ്ധിപ്പിക്കുവാനുള്ള ഉപാധിയായി ഈ ഉപവാസത്തെ, ആഹാര പദാർത്ഥങ്ങളെ വർജിക്കുന്ന പ്രവൃത്തിയെ കാണാറുണ്ട്. അത് ദൈവോന്മുഖമല്ല, അത് സ്വാർത്ഥ താല്പര്യത്തിൽ നിന്ന് ഉടലെടുക്കുന്നതാണ്. അത്തരം പ്രവണതകളും ഉപവാസ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് പോരുന്നതല്ല എന്ന് നാം ഓർക്കണം. വേറെ ചില ആളുകൾ ഈ ഉപവാസ പ്രവർത്തനങ്ങൾ നടത്തുന്നത് മറ്റുള്ളവരെ കാണിക്കുവാനും മറ്റുള്ളവരുടെ പ്രശംസ കിട്ടുന്നതിനുമായിരിക്കാം. അപ്രകാരമുള്ള ഉപവാസ പ്രവർത്തനങ്ങളെ പാടെ നിഷേധിക്കുന്നതായിട്ട് നാം സുവിശേഷത്തിൽ വായിക്കുന്നു. വേറെയും ചില ആളുകൾ ഈ ഉപവാസ പ്രവർത്തനത്തിലൂടെ എന്തെങ്കിലുമൊക്കെ സ്വാർത്ഥപരമായ ലാഭങ്ങൾ കണ്ടെത്തുന്നതിന് വേണ്ടിയുള്ള ആവശ്യത്തിൻ്റെ ഒരു മാർഗമായിട്ടും കാണുമായിരിക്കാം. എന്നാൽ സഭയുടെ പാരമ്പര്യമനുസരിച്ച് ഉപവാസ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ ഉപവാസ അനുഷ്ഠാനത്തിലൂടെ മാറ്റിവെക്കുന്ന തുക പാവപ്പെട്ടവർക്ക് വേണ്ടി വിതരണം ചെയ്തുകൊണ്ട് അവരെ സഹായിക്കുവാൻ വേണ്ടി ഉള്ളതാണ് എന്നുള്ളതാണ് സഭയുടെ കീഴ്വഴക്കം. വിശുദ്ധ പൗലോസ്ലീഹ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. സഭയുടെ പാരമ്പര്യത്തിൽ ഉപവാസത്തിലൂടെ ലഭ്യമാകുന്ന സമ്പത്ത് മറ്റുള്ളവരുടെ നന്മയ്ക്കായി വിതരണം ചെയ്യുന്ന ഒരു കീഴ്വഴക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത. തപസ്സുകാലത്തിൻ്റെ ഈ കാലയളവിൽ നാം അനുഷ്ഠിക്കുന്ന വ്രതാനുഷ്ഠാനങ്ങളും പ്രാർത്ഥനകളുമൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ ഇപ്രകാരം ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും പുണ്യപൂർണ്ണതയിൽ ആനയിക്കുന്ന ഒന്നായി തീരേണ്ടതാണ്. നോമ്പുകാലം എന്ന് പറയുമ്പോൾ ചിലർ കരുതുന്നത് മാംസം മാത്രം ഉപേക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു കാലഘട്ടമെന്നാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നോമ്പെടുക്കാറുണ്ടോ? അതുവഴി അവരർത്ഥമാക്കുന്നത് മാംസം കഴിക്കുന്നുണ്ടോ എന്നാണ്. ഒരിക്കലും മാംസവും നോമ്പും തമ്മിൽ താതാത്മ്യപ്പെടുത്തുവാൻ പാടുള്ളതല്ല. നോമ്പുകാലത്ത് മാംസവർജനം എന്ന് പറയുന്നത് ഒരു പുണ്യപ്രവൃത്തിയായിട്ട് കാണപ്പെടുകയും അതുവഴി നമുക്ക് നമ്മുടെ ശരീരങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് വികാരങ്ങളെ ക്രമപ്പെടുത്തിക്കൊണ്ട് ദൈവോന്മുഖമായ ചിന്തകളാൽ നമ്മുടെ മനസ്സിനെയും ഹൃദയങ്ങളെയും ഉയർത്തുവാൻ കഴിയുന്ന ഒരവസരമായിട്ടാണ് കാണേണ്ടത്. അതുകൊണ്ട് തന്നെ ഉപവാസ അനുഷ്ഠാന കാലഘട്ടങ്ങളിൽ നമുക്ക് ഏറെ പ്രിയപ്പെട്ട ഏതെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ വർജിക്കുന്നത് അതിലും അർത്ഥവത്താണ് എന്ന് മനസ്സിലാക്കുക. മാംസം ഉപേക്ഷിച്ചുകൊണ്ട് നാം എല്ലാ ദിവസവും കഴിയുക എന്നതിനേക്കാൾ ഉപരിയായിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ആഹാര പദാർത്ഥങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് ഈ പുണ്യകാലത്തെ അനുഗ്രഹപ്രദമാക്കുമ്പോൾ അതിന് കൂടുതൽ സ്വീകാര്യത ലഭ്യമാകും. അതോടൊപ്പം തന്നെ ഇഷ്ടവിനോദങ്ങളും ഇഷ്ടതാല്പര്യങ്ങളും ത്യാഗപൂർവം ഉപേക്ഷിക്കുവാനുള്ള താല്പര്യവും കാണിക്കേണ്ടതുണ്ട്. TV കാണുന്ന ഒരു പരിപാടി എല്ലാവർക്കും ഇഷ്ടമുള്ള ഒന്നാണ് എങ്കിൽ ഈ തപസ് കാലത്ത് ഒരു പക്ഷേ അത് വേണ്ടെന്ന് വെക്കാൻ കഴിയുമായിരിക്കാം.
പുകവലിക്കുകയോ മറ്റ് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ ചെയ്യുന്ന ആളുകളാണെങ്കിൽ അപ്രകാരമുള്ള ലഹരി പദാർത്ഥങ്ങളും പുകയില പ്രവർത്തനങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ശരീരത്തെ ക്രമപ്പെടുത്തുവാനും ചിന്തകളെ ഉദ്യുക്തമാക്കുവാനും ജീവിത ക്രമങ്ങളെ പുനർനിർവചിക്കുവാനും കഴിയുന്ന ഒരവസരമാക്കി മാറ്റുവാൻ കഴിയും. ഇപ്രകാരം ഈ നോമ്പുകാലം നോവിനെ സ്നേഹിക്കുന്ന ഒരു കാലഘട്ടമാറ്റി മാറ്റുവാൻ കഴിയുന്ന രീതിയിൽ യേശുക്രിസ്തുവിൻ്റെ നോവും നൊമ്പരവും നമ്മുടെ ജീവിതത്തിൻ്റെ സാന്ത്വനങ്ങളും സന്തോഷത്തിൻ്റെയും മുഹൂർത്തങ്ങളാക്കി മാറ്റുന്ന ഒരു പുണ്യകാലഘട്ടമായിട്ട് മാറ്റുക എന്നുള്ളതാണ് ഈ നോമ്പുകാലത്തിലൂടെ നാം ലക്ഷ്യമാക്കുന്നത്. അങ്ങനെ അർത്ഥവത്തായ ഒരു നോമ്പുകാലം ഈ വർഷം നമ്മുടെ ജീവിതത്തെ നവീകരിക്കുവാനും ക്രമപ്പെടുത്തുവാനും ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം.